Good morning, dear students. In yesterday's class, we have seen the stock market indices. We've learned about the stock market index of BSE Bombay Stock Exchange, that is S&P Sensex. Then we talked about the stock market index of National Stock Exchange, NSE, which is CNX Nifty. So in today's class, we will talk about how index is calculated, how index values are constructed or calculated. So we will go through the slides. So regarding the index calculation, you need to understand a few points. The first point is the base year. Then you need to know about the sample size. Then you have to understand about the weightage. So നമ്മൾ പറഞ്ഞതുപോലെ whether it is BSE, Sensex or NSE Nifty, ഈ രണ്ട് ഇൻഡെക്സും കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഒരു ബേസ് ഇയർ വെച്ചിട്ടാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്കറിയാം ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന മൊത്തത്തിലുള്ള ഷെയർസിൻ്റെ ഒരു വാല്യൂവിനെയാണ്, അല്ലെങ്കിൽ ആ വാല്യൂവിൽ വരുന്ന ചേഞ്ച് ആണ് നമ്മൾ ആ ഒരു പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് ഓർ പെർസെൻറ്റേജ് ഓഫ് ഡിക്രീസ് ആയിട്ടൊക്കെ നമ്മൾ സൂചിപ്പിക്കുക. സോ ഈ ഒരു വർഷത്തെ അല്ലെങ്കിൽ ഒരു ദിവസത്തെ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു ബേസ് ഇയർ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. സെൻസെക്സിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണെങ്കിൽ ഇൻഡെക്സ് കാൽക്കുലേഷന് വേണ്ടി കൺസിഡർ ചെയ്യുന്ന ബേസ് ഇയർ എന്ന് പറയുന്നത് 1978-79 എന്നുള്ളതാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇൻഡെക്സ് ആയ സെൻസെക്സിൻ്റെ ബേസ് ഇയർ. അതുപോലെ നിഫ്റ്റിയുടെ ബേസ് ഇയർ എന്ന് പറയുന്നത് 1995 ആണ്. നിഫ്റ്റി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇൻഡെക്സ് ആയിട്ടുള്ള നിഫ്റ്റിയുടെ ബേസ് ഇയർ എന്ന് പറയുന്നത് 1995 ആണ്. അതോടൊപ്പം നമ്മൾ പറഞ്ഞു ഈ പറയുന്ന ഷെയർ വാല്യൂയിലുള്ള ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് എന്ന് പറയുന്നത് നമ്മളൊരു എന്താ പറയുക പെർസെൻറ്റേജിലാണ് റെപ്രസെൻറ്റ് ചെയ്യുക, അല്ലേ? അപ്പോൾ പെർസെൻറ്റേജിൽ അതിൻ്റെ ചേഞ്ച് പറയുന്നതിന് വേണ്ടി നമ്മൾ ബേസ് വാല്യൂ ആയിട്ട് സെൻസെക്സിൻ്റെ എടുക്കുന്നത് 100 ആണ്, അതുപോലെ നിഫ്റ്റിയുടെ എടുക്കുന്നത് 1000 ആണ്. ഇതൊക്കെ നിങ്ങൾ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് റിഗാർഡിംഗ് ഇൻഡെക്സ് കാൽക്കുലേഷൻ. ആൻഡ് സാമ്പിൾ സൈസ്, യു നോ, ബോത്ത് ദ ഇൻഡെക്സസ് ഹാവ് ടേക്കൺ പ്രോമിനൻറ്റ് വെൽ പെർഫോമിംഗ് ഹൈ പെർഫോമൻസ് ഉള്ള ഓർഗനൈസേഷൻസിനെ, കമ്പനീസിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് ഇൻഡെക്സിലൂടെ വെളിവാകുക, ബോത്ത് ഇൻ ദ കേസ് ഓഫ് സെൻസെക്സ് ആൻഡ് നിഫ്റ്റി. അതേസമയം സെൻസെക്സിൽ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഹൈ പെർഫോമൻസ് ഉള്ള 30 കമ്പനീസിനെയാണ് സെലക്ട് ചെയ്യുക. ആൻഡ് ദാറ്റ് ഇന്നലെ നമ്മൾ പറഞ്ഞതാണ്, ദാറ്റ് ഇൻക്ലൂഡ്സ് റെപ്രസെൻറ്റേറ്റീവ് ഫേംസ് ഫ്രം മൾട്ടിപ്പിൾ ഇൻഡസ്ട്രീസ്. നിഫ്റ്റിയെ സംബന്ധിച്ചിട്ടാണെങ്കിൽ 50 കമ്പനീസിൻ്റെ ഷെയർസാണ് നിഫ്റ്റിയിൽ കൺസിഡർ ചെയ്യുക. അതിലൊരു 24 സെക്ടേഴ്സിൽ നിന്നുള്ള കമ്പനീസ് ഉണ്ട് നിഫ്റ്റിയിൽ ഇൻഡെക്സ് കാൽക്കുലേഷന് വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. So that's the basic 2 points. One is regarding the base year for Nifty and Sensex, and the second is the sample size or the number of shares which are considered in order to calculate the index. And the other is weightage. The third point is weightage. Weightage എന്ന് പറയുന്നത് ബേസിക്കലി സെൻസെക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ്. സെൻസെക്സിൽ ഓരോ ഷെയറിനും, ഓരോ സ്ക്രിപ്പ് എന്ന് നമ്മൾ പറയും, ഓരോ ഷെയറിനും ഒരു വെയിറ്റ് അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കമ്പനിയുടെ പെർഫോമൻസിനെയും കമ്പനിയുടെ സൈസിനെയും അനുസരിച്ചിട്ടാണ് ആ വെയിറ്റേജ് നമ്മൾ കൊടുക്കുക. അപ്പോൾ എന്താ പറയുക, ഒരു ഹയർ കമ്പനി ആണെങ്കിൽ ഇഫ് ദ സൈസ് ഓഫ് ദ കമ്പനി ഈസ് മോർ, നാച്ചുറലി ദ വെയിറ്റ് അസൈൻഡ് വിൽ ബി മോർ. കമ്പനിയുടെ സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് വെയിറ്റ് അസൈൻ ചെയ്യുന്നതും വ്യത്യാസപ്പെടും എന്നുള്ളത് അറിയാം. സോ ബേസ് ഇയർ, സാമ്പിൾ സൈസ് ആൻഡ് വെയിറ്റേജ്. ഇനി നമുക്ക് മെത്തേഡ്സിലേക്ക് പോവാം. രണ്ട് മെത്തേഡ്സ് ആണ് ബേസിക്കലി ഉള്ളത്. വൺ ഈസ് ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡും ഫുൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡുമാണ് രണ്ട് മെത്തേഡ്സ് എന്ന് പറയാം. ഈ ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡാണ് സെൻസെക്സിൽ യൂസ് ചെയ്യുന്നത്. അതായത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻഡെക്സ് കാൽക്കുലേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് എന്ന് പറയാം. സോ സെൻസെക്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് അനുസരിച്ചിട്ടാണ്. ഇനി ഫ്രീ ഫ്ലോട്ട് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എത്ര ഷെയർസ് ആണോ പബ്ലിക്കലി ട്രേഡഡ് ആവാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്, അതിനെയാണ് ഫ്രീ ഫ്ലോട്ട് എന്ന് പറയുക. നിസ്സാരം പറഞ്ഞാൽ ഇപ്പോൾ ഒരു കമ്പനിക്ക് 1000 ഷെയർ കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൽ പബ്ലിക്കലി ട്രേഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പബ്ലിക്കിന് വേണ്ടി ഇഷ്യൂഡ് ആയിട്ടുള്ള ഷെയർസ് ഒരു 600 എണ്ണമാണെങ്കിൽ അതിനെയാണ് ഫ്രീ ഫ്ലോട്ട് എന്ന് പറയുക. ബാക്കി 400 എണ്ണം ഒരുപക്ഷെ ഗവൺമെന്റിന്റെ കൈവശമോ അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സിന്റെ കൈവശമോ ആയിരിക്കാം.
So free float refers to the number of shares which are available for public or which are available for trading. അതിനെയാണ് ഫ്രീ ഫ്ലോട്ട് എന്നതുകൊണ്ട് അർത്ഥമാക്കുക. ഇവിടെ പറഞ്ഞിട്ടുണ്ട് എല്ലാ ഷെയർസും ഒന്നും ഫ്രീ ഫ്ലോട്ട് ആവില്ല, എല്ലാ ഷെയർസും ട്രേഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ചിലതൊക്കെ ഗവൺമെന്റോ ചിലതൊക്കെ പ്രൊമോട്ടേഴ്സോ ഒക്കെ അവരുടെയൊക്കെ കൈവശമായിരിക്കാം ഉള്ളത്. സോ സെൻസെക്സിലുള്ളത് നമുക്കറിയാവുന്നതുപോലെ 30 സ്റ്റോക്സ് ആണ് റിലേറ്റീവ് ടു ദ ബേസ് പീരീഡ്. ബേസ് പീരീഡ് എന്ന് പറയുന്നത് 78-79 ആണ് നമ്മൾ പറഞ്ഞു. ബേസ് പോയിന്റ് എന്ന് പറയുന്നത്, ബേസ് വാല്യൂ എന്ന് പറയുന്നത് 100 ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഈ മെത്തേഡിൽ എങ്ങനെയാണ് കാൽക്കുലേഷൻ നടക്കാൻ നമുക്ക് നോക്കാം. അതിന് നമ്മൾ ആദ്യം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്താണെന്ന് അറിയണം. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ വാല്യൂ ഓഫ് ദ ഷെയർസ് ഓഫ് എ കമ്പനി എന്നുള്ള രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുക. അതായത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഓഫ് എ കമ്പനിയാണ്, അതായത് ടോട്ടൽ വാല്യൂ ഓഫ് ഷെയർസ് ഓഫ് ദ കമ്പനി. അത് നമുക്ക് എങ്ങനെയാണ് കിട്ടുക എന്ന് ചോദിച്ചാൽ നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു വാല്യൂ പെർ ഷെയർ. നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു വാല്യൂ പെർ ഷെയർ ആണ് ടോട്ടൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഓഫ് എ പർട്ടിക്കുലർ കമ്പനി ഓഫ് എ പർട്ടിക്കുലർ സ്ക്രിപ്റ്റ് എന്ന് പറയുക. അതേസമയം ഇൻഡെക്സിൽ പറയുമ്പോൾ നമുക്കറിയാം ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ 30 കമ്പനികളുണ്ടെങ്കിൽ ആ 30 കമ്പനികളെയാണ് നമ്മൾ ഒരു സാമ്പിൾ ആയിട്ട് എടുക്കുക അല്ലേ. സോ ആ എല്ലാ കമ്പനികളുടെയും കൂടി ടോട്ടൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, അതായത് ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ഓഫ് ഓൾ ദ കമ്പനീസ് മൾട്ടിപ്ലൈഡ് ബൈ the number per share, the value per share, അതിലേക്ക് പ്രൈസ് പെർ ഷെയർ, അതിനെയാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുക. സോ ഇറ്റ് ഈസ് ദ കമ്പൈൻഡ് വർത്ത് എന്നുള്ളതിൻ്റെ അർത്ഥം അതാണ്. കമ്പൈൻഡ് വർത്ത് ഓഫ് സ്റ്റോക്സ് ഓഫ് ഡിഫറെൻറ്റ് കമ്പനീസ് ഇൻ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇറ്റ് ഈസ് അറൈവ്ഡ് ബൈ ദ പ്രോഡക്റ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ, മൾട്ടിപ്ലൈഡ് ബൈ എന്നാണ് കേട്ടോ. ദ പ്രോഡക്റ്റ് ഓഫ് പ്രൈസ് ഓഫ് വൺ സ്റ്റോക്ക് ആൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ് ബൈ ദ കമ്പനി. ഇങ്ങനെയാണ് ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അറിയുക. പ്രൈസ് ഓഫ് വൺ സ്റ്റോക്ക് ഇൻറ്റു, അതാണ് പ്രോഡക്റ്റ് എന്ന് പറയുക, ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ് ബൈ ദ കമ്പനി. ദാറ്റ് ഗിവ്സ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഓഫ് എ പർട്ടിക്കുലർ കമ്പനി. ഇതുപോലെ എല്ലാ കമ്പനികളുടെയും കൂടി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആഡ് ചെയ്യുന്നതാണ് ടോട്ടൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുക. ഇനി ഈ കിട്ടുന്ന മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനെ, ആ ടോട്ടൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനെ ഇറ്റ് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ എ ഫ്രീ ഫ്ലോട്ട് ഫാക്ടർ. ഈ ഫ്രീ ഫ്ലോട്ട് ഫാക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമ്മളിവിടെ പറയുന്നുണ്ട്. ഇപ്പോൾ അതിന് മുൻപ് ഫ്രീ ഫ്ലോട്ട് ഫാക്ടർ ടു അറൈവ് അറ്റ് ദ ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. നമ്മുടെ മെത്തേഡിന്റെ പേരെന്താ, ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്നാണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യും? ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മളിവിടെ പറഞ്ഞതുപോലെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എത്രയാണെന്ന് നോക്കും. അതെങ്ങനെ കിട്ടുക? പ്രൈസ് ഓഫ് വൺ സ്റ്റോക്ക് ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ്. അങ്ങനെ എല്ലാ കമ്പനികളുടെയും ടോട്ടലാണ് ടോട്ടൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. അതേ ഇൻറ്റു ഫ്രീ ഫ്ലോട്ട് ഫാക്ടർ. അതേ ഇൻറ്റു ഫ്രീ ഫ്ലോട്ട് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇൻറ്റു ഫ്രീ ഫ്ലോട്ട് ഫാക്ടർ. അത് ആ ഒരു വാല്യൂ കിട്ടാൻ, അതാണ് നമുക്ക് ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയാം. ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. ഓക്കെ, ഈ ഒരു വാല്യൂ ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുശേഷം എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ, ഈ ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഡിവൈഡഡ് ബൈ an index divisor to get the Sensex value. The value of the Sensex in the base year is used as the divisor. എന്ന് പറഞ്ഞാൽ എന്താ, ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് വാല്യൂ is divided by an index divisor. ഇൻഡെക്സ് ഡിവൈസർ എന്ന് പറഞ്ഞാൽ ബേസ് ഇയർ ഏതാണ് നമ്മൾ പറഞ്ഞത്, 78-79 ആണെന്ന് പറഞ്ഞു അല്ലേ. 78-79 വാല്യൂ ഓഫ് സെൻസെക്സ് എന്തായിരുന്നു അതിനെയാണ് നമ്മൾ ഇൻഡെക്സ് ഡിവൈസർ ആയിട്ട് എടുക്കുക. സോ ആദ്യം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു, ഫ്രീ ഫ്ലോട്ട് ഫാക്ടർ വെച്ച് ഇൻറ്റു ചെയ്തിട്ട് ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുന്നു. എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യുന്നു? ഡിവൈഡഡ് ബൈ ഇൻഡെക്സ് ഡിവൈസർ. ഇൻഡെക്സ് ഡിവൈസർ എന്ന് പറയുന്നത് എന്താ, ദ വാല്യൂ ഓഫ് ദ സെൻസെക്സ് ഇൻ ദ ബേസ് ഇയർ. അതിനെയാണ് ഇൻഡെക്സ് ഡിവൈസർ എന്ന് പറയുക. സോ ദിസ് ഈസ് ഹൗ ദ ഇൻഡെക്സ് ഈസ് കാൽക്കുലേറ്റഡ് അണ്ടർ ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. സോ രണ്ട് കമ്പനീസ് ഉണ്ടെന്ന് വിചാരിക്കുക. എ 500 ഷെയർസ് ഉണ്ട്, 300 ഈസ് ഫ്രീ ഫ്ലോട്ടിംഗ്. ബി 1000 ഷെയർസ് ഉണ്ട്, with 700 ഈസ് ഫ്രീ ഫ്ലോട്ടിംഗ്. എയുടെ ഷെയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് ₹80 ആണ്, ബിയുടെ ഷെയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് ₹100 ആണ്. ഓക്കെ, സോ നമ്പർ ഓഫ് ഷെയർസ് എക്ക് 500, 300 ഈസ് ഫ്രീ ഫ്ലോട്ടിംഗ്, ₹80 ആണ് പെർ ഷെയർ. ബിക്ക് 1000, 700 ഈസ് ഫ്രീ ഫ്ലോട്ടിംഗ്. എത്ര രൂപയാണ് അതിൻ്റെ പ്രൈസ് എന്ന് പറയുക? ₹700 ആണ് പ്രൈസ് പെർ ഷെയർ എന്ന് പറയുക. ഇനി അപ്പോൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുമ്പോൾ എയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ
40,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. 40,000 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് കിട്ടുക? എയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 500 ഇൻറ്റു എത്ര രൂപയാണ് പെർ ഷെയർ? 80. സോ 500 ഇൻറ്റു 80 ആണ്, 500 ടോട്ടൽ ഷെയർ ഇൻറ്റു 80 ആണ് എയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. ബിയുടെ 1 lakh എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് കിട്ടുക? ബിയുടെ ടോട്ടൽ ഷെയർസ് എത്രയുണ്ട്? ബിക്ക് 1000 ഷെയർസ് ഉണ്ട് ഇൻറ്റു പ്രൈസ് പെർ ഷെയർ എത്രയാണ്? 100 ആണ് പ്രൈസ് പെർ ഷെയർ. അങ്ങനെയാണ് നമുക്ക് 1 lakh കിട്ടുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എയുടെ നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു പ്രൈസ് പെർ ഷെയർ 40,000, ബിയുടെ നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു പ്രൈസ് പെർ ഷെയർ ദാറ്റ് ഈസ് 1 lakh. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? നമ്മൾ പറഞ്ഞു ഫ്രീ ഫ്ലോട്ട് എത്രയാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം അല്ലേ? ഫ്രീ ഫ്ലോട്ട് ഓഫ് എ ഈസ് 0.60. 0.60 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? എത്രയായിരുന്നു ഫ്രീ ഫ്ലോട്ട് അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാനായിട്ട് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന ഷെയർ? 300. എത്രയിലാണ് 300? ഔട്ട് ഓഫ് 500. ബിനെ സംബന്ധിച്ചിട്ടോ, ബിക്ക് 1000 ഷെയർ ഉണ്ട്, അതിൽ ഫ്രീ ഫ്ലോട്ട് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 700 ആയിരുന്നു. അപ്പോൾ ഫ്രീ ഫ്ലോട്ട് ഫാക്ടർ എന്ന് പറയുന്നത് 700/1000. ഓക്കെ, അപ്പോൾ ബിയുടെ ഫ്രീ ഫ്ലോട്ട് ഫാക്ടർ എന്ന് പറയുന്നത് 700/1000 ആണ്, ദാറ്റ് ഈസ് 0.70. എയുടെ 300/500 ആണ്, ദാറ്റ് ഈസ് 0.60. ഓക്കെ, അങ്ങനെ നമ്മൾ ഫ്രീ ഫ്ലോട്ട് കമ്പ്യൂട്ട് ചെയ്യും എയുടെയും ബിയുടെയും. എയുടെ കാണാനായിട്ട് നമ്പർ ഓഫ് ഷെയർസ് അവൈലബിൾ ദാറ്റ് ഈസ് 300 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് യു ഗെറ്റ് 0.60. ബിയുടെ കാണാനായിട്ട് നമ്പർ ഓഫ് ഷെയർസ് അവൈലബിൾ ദാറ്റ് ഈസ് 700 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ദാറ്റ് ഈസ് 1000. അങ്ങനെ 0.70. ഇനി രണ്ടിൻ്റെയും കൂടെ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഈ നമ്പർ ഓഫ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നമ്മൾ ഓൾറെഡി കമ്പ്യൂട്ട് ചെയ്തില്ലേ, അതേ ഇൻറ്റു ഫ്രീ ഫ്ലോട്ട് ചെയ്യുക. സോ 40,000 ഇൻറ്റു ഫ്രീ ഫ്ലോട്ട് 1 lakh ഇൻറ്റു ഫ്രീ ഫ്ലോട്ട്. 40,000ന്റെ ഫ്രീ ഫ്ലോട്ട് എന്ന് പറയുന്നത് എയുടെ ഫ്രീ ഫ്ലോട്ട് 0.60 ആണ്, ബിയുടെ ഫ്രീ ഫ്ലോട്ട് 0.70 ആണ്. അങ്ങനെ ഇൻറ്റു ചെയ്തത് വെച്ച് ആഡ് ചെയ്യുമ്പോൾ യു ഗെറ്റ് 94,000 ആസ് ദ ടോട്ടൽ ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കണ്ടുപിടിക്കുന്നു, ഫ്രീ ഫ്ലോട്ട് കണ്ടുപിടിക്കുന്നു, ഫ്രീ ഫ്ലോട്ട് വെച്ച് ഓരോന്നിനെയും ഇൻറ്റു ചെയ്യുന്നു. സോ യു ഗെറ്റ് 94,000 ആസ് ദ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. ഇനി നമ്മളുടെ ഇൻഡെക്സ് ഫിഗർ എന്ന് പറയുന്നത് 5,000 ആണെന്ന് അസ്യൂം ചെയ്യുക. നമ്മളിവിടെ പറഞ്ഞായിരുന്നല്ലോ ഒരു ഇൻഡെക്സ് ഡിവൈസർ കണ്ടുപിടിക്കണമെന്ന് ബേസ് ഇയറിലെ. സോ ഇൻഡെക്സ് ഡിവൈസർ ലെറ്റ്സ് അസ്യൂം ഇറ്റ് ടു ബി 5,000. അപ്പോൾ എങ്ങനെയാണ് വാല്യൂ ഓഫ് ഇൻഡെക്സ് കണ്ടുപിടിക്കുക? വാല്യൂ ഓഫ് ഇൻഡെക്സ് വിൽ ബി 94,000 divided by 5,000 into 100. That is 1,880. Okay, this is how you calculate the index. We calculate market capitalization, we get free float. We multiply free float with market capitalization, you get the free float market capitalization. We divide it by the divisor, index divisor 5,000 into 100, you get the value of index. ഇതുപോലെ തന്നെയാണ് നമുക്ക് ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആണ് ഇതിൽ പറയുന്നതെങ്കിൽ നിഫ്റ്റിയുടെ നമ്മൾ പറയുന്നത് ഫുൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് എന്നാണ്. ഇവിടെയുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ സെയിം തന്നെയാണ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഈസ് ഇക്വിറ്റി ക്യാപിറ്റൽ ഇൻറ്റു പ്രൈസ്. അതായത് നമ്പർ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, നമ്പർ ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ഇൻറ്റു പ്രൈസ്, നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു പ്രൈസ് കണ്ടുപിടിക്കുന്നു. ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കാണാനായിട്ട് നമ്മളവിടെ ഫ്രീ ഫ്ലോട്ട് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ ഇവിടെ നമ്മൾ ഒരു ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. ദാറ്റ് ഈസ് നോൺ ആസ് IWF, ദാറ്റ് ഈസ് ഇൻവെസ്റ്റിബിൾ വെയിറ്റ് ഫാക്ടർ. ഇത് നിഫ്റ്റിക്ക് ഒരു ഇൻവെസ്റ്റിബിൾ വെയിറ്റ് ഫാക്ടർ ഉണ്ട്. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കാണുക. ആദ്യം നേരത്തെ ചെയ്ത പോലെ തന്നെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കാണുന്നു, ദാറ്റ് ഈസ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇൻറ്റു പ്രൈസ്. അതിൻ്റെ കൂടെ അതിനെ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു? ഇൻറ്റു IWF, ദാറ്റ് ഈസ് ഇൻവെസ്റ്റിബിൾ വെയിറ്റ് ഫാക്ടർ. അങ്ങനെ ഒരു വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ യു ഗെറ്റ് ദ ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. അതിനെ ഇനി എന്ത് ചെയ്യും? ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത് കറന്റ് മാർക്കറ്റ് വാല്യൂ, അതായത് നമ്മൾ ഇങ്ങനെ കമ്പ്യൂട്ട് ചെയ്ത മാർക്കറ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ ബേസ് മാർക്കറ്റ് വാല്യൂ ഇൻറ്റു ബേസ് വാല്യൂ. ബേസ് ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ കണ്ടിരുന്നു നിഫ്റ്റിയുടെ 1000 ആണ്. ഇവിടെ നമ്മൾ 100 വെച്ച് ഇൻറ്റു ചെയ്യാനുള്ള കാരണം നമ്മൾ ആദ്യമേ പഠിച്ചിരുന്നു 100 ആണ് BSEയുടെ ബേസ് വാല്യൂ എന്ന് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? സോ അതുകൊണ്ടാണ് നമ്മൾ 100 വെച്ച് ഇൻറ്റു ചെയ്യുക. ഇവിടെ 1000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കാരണം, ബേസ് ഇൻഡെക്സ് വാല്യൂ 1000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യമേ കണ്ടിരുന്നു നിഫ്റ്റിയുടെ 1000 ആണെന്ന് കണ്ടിരുന്നു അല്ലേ? സോ ഓൾമോസ്റ്റ് സിമിലർ വേ ഓഫ് കാൽക്കുലേറ്റിംഗ് സെൻസെക്സ് ആൻഡ് നിഫ്റ്റി. സെൻസെക്സിൽ ഫ്രീ ഫ്ലോട്ട് എന്നുള്ളതും നിഫ്റ്റിയിൽ ഫുൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്നുള്ളതും ഓർക്കുക. സെൻസെക്സിൽ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു ഫ്രീ ഫ്ലോട്ട് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അതേസമയം നിഫ്റ്റിയിൽ ടോട്ടൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആണ് എടുക്കുക, അല്ലെങ്കിൽ ഫുൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ.
ഫുൾ നമ്പർ ഓഫ് ഷെയർസിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആണ് ഇവിടെ കൺസിഡർ ചെയ്യുക. പക്ഷേ എന്നിരുന്നാലും ഒരു ഇൻവെസ്റ്റിബിൾ വെയിറ്റ് ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ഓൾമോസ്റ്റ് വെരി സിമിലർ ടു സെൻസെക്സ് കാൽക്കുലേഷൻ. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ടുഡേയ്സ് ഡിസ്കഷൻ. ഈ ആദ്യം തൊട്ട് പറഞ്ഞ ബേസിക് ഇയർ, സാമ്പിൾ സൈസ്, വെയിറ്റേജ്, ദെൻ ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്താണ്, അതെങ്ങനെയാണ് നിഫ്റ്റി സെൻസെക്സിൽ ചെയ്യുക, അതിൻ്റെ മെത്തേഡ്സ് എന്തൊക്കെയാണ്, ദെൻ an example, then moving on to Nifty. So ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് അത് ക്ലിയർ ആയിട്ട് പഠിക്കുക, മനസ്സിലാക്കുക. So thank you so much for listening.